ഇസ്ലാഹിലെ ഈ ലേഖനം വിവാദമാകുന്നതിന് മുമ്പ്, അതിനേക്കാളും 5 വർഷം മുമ്പ് നടന്നതാണ് തോന്നുന്നത്, മണ്ണാർക്കാട് സംവാദം. മണ്ണാർക്കാട് സംവാദത്തിൽ ഖുറാഫികൾ ഈ ചോദ്യം ഉന്നയിച്ചു, യാ ഇബാദല്ലാ. അപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു, യാ ഇബാദല്ലാ ഹദീസ് തന്നെ ദഈഫാണ്, ഇന്നത് സ്വഹീഹാണെങ്കിൽ തന്നെ അതിൽ ഇസ്തിഗാസ ഇല്ല, പ്രാർത്ഥനക്കുള്ള തെളിവില്ല എന്ന് സ്വലാഹി പറഞ്ഞപ്പോൾ, അത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അല്ല എന്ന് പറയുമ്പോൾ അത് ശിർക്കല്ല എന്നാണ് മൂപ്പരവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് ഇതൊരു വിവാദമാക്കാതെ, അതുപോലെ തന്നെ ചെറിയമുണ്ട ഹമീദ് മദനി ഇതുപോലെയുള്ള 2007 വിവാദമാകുന്നതിന് മുമ്പ് എഴുതിയിട്ടും അപ്പോഴൊന്നൊരു വിവാദമാക്കാതെ ആ കാലഘട്ടത്തിൽ 2007 ഇതൊരു ചോദ്യമായി ഖുറാഫികളെ അടങ്ങേറാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ചതാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു. ഒരു വ്യക്തമായ മറുപടി. സോറി. യാ ഇബാദല്ലാ അയ്യൂനി. ഇപ്പോൾ നമ്മൾ അത് നേരത്തെ ഇവിടെ തന്നെ നടന്ന ഒരു പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ സലഫി വിശദീകരിച്ചതും വിവാദമാക്കിയിട്ടുണ്ട്. പകുതി ക്ലിപ്പ് മുറിച്ചിട്ടിട്ട്, യാ ഇബാദല്ലാ അയ്യൂനി, ഒരാൾ വിജന പ്രദേശത്തെത്തി, അല്ലെങ്കിൽ ഒരാൾ നോക്കല്ലേ, ഒരു ഇരുട്ടത്തെത്തി, ഒരാൾ ഉറക്കെ വിളിച്ചു പറയാം യാ ഇബാദല്ലാ അയ്യൂനി എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ശിർക്കാന്ന് ആരാ പറഞ്ഞത്? അത് ശിർക്കാണെന്ന് ആരാ? യാ ഇബാദല്ലാ അയ്യൂനി എന്ന് ഒരാൾ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയാ, അത് ശിർക്കാണെന്ന് ആരാ പറഞ്ഞത്? യാ ഇബാദല്ലാ അയ്യൂനി എന്ന് വിളിച്ച ശിർക്ക ആണോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുറാഫികൾ ആണ് ഇത്രയും കാലം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖുബൂരികളാണ് ഇത്രയും കാലം ഈ ഹദീസിനെ തെളിവായി കൊണ്ടുവന്നത്. അതാണ് മണ്ണാർക്കാട് സംവാദത്തിലും കൊണ്ടുവന്നത്. അവരെന്തിനാ കൊണ്ടുവന്നത്? ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അർവാഹുൽ ആലിയ അല്ലെങ്കിൽ അർവാഹുൽ മുഖദ്ദസ, പരിശുദ്ധാത്മാക്കളാണ്, വിശുദ്ധാത്മാക്കളാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ മരിച്ച മഹാത്മാക്കളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ മറുപടി എന്താ? ഇത് ഒന്ന് ദുർബലം, 2 നിങ്ങളുടെ ഇസ്തിഹാസക്ക് തെളിവല്ല. കാരണം ഇവിടെ യാ ഇബാദല്ലാ എന്ന് വിളിച്ചല്ല മരിച്ച ആൾക്കാരെയല്ല. ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ മരിച്ചാത്മാക്കളാണ് എന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. യാ ഇബാദല്ലാ, ഒരാൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയി, ആരെയും കാണില്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ അത് ശിർക്കല്ല. അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശിർക്കല്ല. അത് കേൾക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ തന്നെ ശിർക്കെന്ന് ആരും പറഞ്ഞില്ല. അതേസമയം യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന അർവാഹുകളാണ്, മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിച്ചാലോ അതെന്തായി? ശിർക്കായി. ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ റിജാലുൽ ഗൈബാണ് എന്ന് വിശ്വസിച്ചാൽ എന്തായി? ശിർക്കായി. ഇത്രയും കാലം ഖുബൂരികൾ ഈ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ അർവാഹുകളാണ് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അർവാഹുകൾ പെടില്ല, പിന്നെ ആര് പെടും? ജിന്ന് പെടും എന്ന വ്യാഖ്യാനത്തിലേക്ക് അത് വന്നു. ഇപ്പോൾ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അർവാഹുകൾ പെടില്ല, പിന്നെ ആര് പെടും? ജിന്ന് പെടും എന്ന വ്യാഖ്യാനത്തിലേക്ക് അത് വന്നു. അപ്പൊ ജിന്ന് പെടുമെന്ന് പറഞ്ഞാൽ ഈ അർവാഹ് പെടില്ല എന്ന് പറഞ്ഞപ്പോ പെടില്ല എന്ന് പറയാൻ നമുക്കുള്ള ന്യായം എന്താ? ലോകത്ത് അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ അതിന് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്, പല പണ്ഡിതന്മാരും അവർക്ക് ഉദ്ധരിക്കാനുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ തെളിവില്ല. ഇതുപോലെ തന്നെ ഇതിൽ ജിന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്നാണ് എന്ന് വെക്കാൻ വകയില്ല. അതാണ് അൽബാനി പറഞ്ഞത്, ഈ ഹദീസ് സ്വീകരിച്ചാൽ തന്നെ റിജാലുൽ ഗൈബാണെന്നോ ജിന്നാണെന്നോ വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ അത് ശിർക്കുൻ ബയ്യിൻ, വ്യക്തമായ ശിർക്കാണ്. ഇത് അല്ലെങ്കിൽ യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്നാണെന്നോ റിജാലുൽ ഗൈബാണെന്നോ ആരെങ്കിലും വിചാരിച്ചിട്ടാണ് യാ ഇബാദല്ലാ എന്ന് പറയുന്നതെങ്കിൽ അത് ശിർക്കുൻ ബയ്യിൻ, വ്യക്തമായ ശിർക്കാണ്. ഇനി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ യാ ഇബാദല്ലാ എന്നത് വിചാരിക്കപ്പെടാവുന്നത് ആരെയാണ്? അത് മലക്കുകളെയാണ്. അത് അൽബാനി പറയുന്നുണ്ട്. അപ്പൊ മലക്കിനെ വിളിക്കാവോ? ഇല്ല. കാര്യം എന്താ? ഈ ഹദീസ് സഹീഹല്ല.